Okay, so we are back to our studio. ഇന്നലെയായിരുന്നു ഷൗമിയുടെ 10th ആനിവേഴ്സറി സെലിബ്രേഷൻ. ഈ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഷൗമി 2 ഫോൺസ് ആണ് ലോഞ്ച് ചെയ്തത്. രണ്ടും അൾട്രാ ഫോൺസ് ആണ്. ഈ 2 ഫോൺസിൻ്റെ പേരാണ് Mi 10 Ultra, പിന്നെ സെക്കൻഡ് ഫോണാണ് Redmi K30 Ultra. ഈ 2 അൾട്രാ ഫോണുകളുടെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് നമുക്ക് Mi 10 Ultraൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. നമ്മൾ ഈ വർഷം കണ്ട Mi 10 Mi 10 Proൻ്റെ ഒരു അൾട്രാ വേർഷനാണ് ഈ Mi 10 Ultra. ഡിസൈൻ നോക്കിയാൽ ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡാണ്. ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് ആണ്. ഫ്രണ്ട് ഗൊറില്ല ഗ്ലാസ് 5 ആണെങ്കിൽ ബാക്ക് ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അലൂമിനിയം ഫ്രെയിം ആണ്. 9.5 mm ആണ് ഇതിൻ്റെ തിക്നെസ്. സോ നല്ല കട്ടിയുള്ള ഫോണാണ്. അതിനോടൊപ്പം തന്നെ 221 ഗ്രാമിൻ്റെ വെയിറ്റും ഉണ്ട്. 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഒബ്സിഡിയൻ ബ്ലാക്ക്, മെർക്കുറി സിൽവർ, പിന്നെ ട്രാൻസ്പെറൻറ്റ് എഡിഷൻ. സോ ഈ ട്രാൻസ്പെറൻറ്റ് എഡിഷൻ്റെ അർത്ഥമാണ് ശരിക്കും പറഞ്ഞാൽ അകത്തുള്ള സംഭവങ്ങൾ കാണാൻ കഴിയും. പക്ഷേ എനിക്ക് മിക്കവാറും തോന്നുന്നു അതൊരു സ്റ്റിക്കർ ആയിരിക്കും, അല്ലാതെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് ആയിരിക്കില്ല. മിക്കവാറും ഒരു സ്റ്റിക്കർ ആയിരിക്കും എൻ്റെ മേൽ. അപ്പോൾ അകത്തുള്ള ഡിസൈൻ്റെ കോമ്പണൻറ്റിൻ്റെ ഡിസൈൻ്റെ ലൊക്കേഷൻ്റെ ഒക്കെ ഒരു സ്റ്റിക്കർ ആയിരിക്കും മിക്കവാറും നിങ്ങളുടെ എൻ്റെ മേളിൽ കവറിൻ്റെ മേളിൽ കാണാൻ കഴിയുക. ഡിസ്പ്ലേ കാറ്റഗറി നോക്കിയാൽ ഷൗമി പറയുന്നതനുസരിച്ച് ഏറ്റവും നല്ല ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ് Mi 10 Ultra. നമുക്ക് എന്തായാലും അത് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സ്പെസിഫിക്കേഷൻ നോക്കിയാൽ 6.67 ഇഞ്ചിൻ്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ റെസൊല്യൂഷനുണ്ട്. 120 ഹെർട്സിൻ്റെ HDR10+ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന 240 ഹെർട്സ് സാമ്പിളിംഗ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ ആണ് പ്രൊട്ടക്ഷൻ. 20:9 ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. സോ പഞ്ച് ഹോൾ കട്ടൗട്ട് ഉണ്ട് ലെഫ്റ്റ് ടോപ്പിൽ. അതിനോടൊപ്പം തന്നെ 800 നിറ്റ്സിൻ്റെ മാക്സ് ബ്രൈറ്റ്നസ് ആണ്. പെർഫോമൻസിലും ഒരു വിട്ടുവീഴ്ചയില്ല. ക്വാൾകോമിൻ്റെ ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റായ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 ആണ് ഇതിൽ വരുന്നത്. 7 nm ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ് വിത്ത് ടോപ്പ് ക്ലോക്ക് സ്പീഡ് ഓഫ് 2.84 GHz. കൂടെ വരുന്ന GPU ആണ് Adreno 650. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ Mi 10 Ultrയിൽ Android 10+ MIUI 12 ഉണ്ട്. 4 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. മിനിമം 8 GB, പിന്നെ 12 GB ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഫോൺ സ്റ്റോറേജ് 128 GB, 256 GB, പിന്നെ 512 GB ആണ് മാക്സിമം ഫോൺ സ്റ്റോറേജ്. LPDDR5 RAM ആണ്. UFS 3.1 സ്റ്റോറേജ് ആണ്. സോ ടോപ്പ് ലെവൽ റാമും സ്റ്റോറേജ് ആണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടാൻ പോകുന്നത്. സോ ടോപ്പ് ലെവൽ ഡിസ്പ്ലേ ഉണ്ട്. മികച്ച പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ സെൻസറും ക്യാമറകളൊക്കെ കുത്തി നിറച്ചേക്കുന്ന ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എസ്പെഷ്യലി റിയർ ക്യാമറ 48 MP f1.9 അപ്പർച്ചറുള്ള മെയിൻ ക്യാമറയാണ് വിത്ത് ലേസർ ഓട്ടോ ഫോക്കസും പിന്നെ OIS-ഉം, അതായത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. സെക്കൻഡ് ക്യാമറയും 48 MP ക്യാമറയാണ്. f4.1 ആണ് അപ്പർച്ചർ. ഇതൊരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ആണ് വിത്ത് 10x ഓപ്റ്റിക്കൽ സൂം ആൻഡ് 120x ഹൈബ്രിഡ് സൂം. സോ നമ്മൾ ഈ വർഷം കണ്ട സാംസങ്ങിൻ്റെ S20 Ultrയിൽ 100x വരെ ഒരു സ്പേസ് സൂം ഫീച്ചർ ഉണ്ടായിരുന്നു. ഇതിൽ 120xൻ്റെ ആണ്. സോ സാംസങ് വരെ അത് കുറച്ചിട്ട് 50x ആക്കി നമ്മുടെ Note 20 സീരീസിൽ. പക്ഷേ ഇപ്പം ഷൗമിയുടെ Mi 10 Ultrയിൽ 120x ഹൈബ്രിഡ് സൂം ആണ് കിട്ടുന്നത്. ഈ 48 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുടെ പിന്നിലുള്ള സെൻസറാണ് സോണിയുടെ IMX586. മൂന്നാമത്തെ ക്യാമറയാണ് 12 MP f2.0 അപ്പർച്ചറുള്ള ടെലിഫോട്ടോ, നോർമൽ ടെലിഫോട്ടോ. സോ ടെലിഫോട്ടോ പ്ലസ് പോർട്രേറ്റും എടുക്കാൻ വേണ്ടിയുള്ള ഫീച്ചർ ഈ 12 MP ക്യാമറയിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നാലാമത്തെ ക്യാമറയാണ് 20 MP അൾട്രാ വൈഡ് 128 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള. 48 MP ഫസ്റ്റ് 2 ക്യാമറയിലും നിങ്ങൾക്ക് OIS കിട്ടുന്നുണ്ട്, അതായത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അതിനോടൊപ്പം തന്നെ മാക്സിമം വീഡിയോ പെർഫോമൻസ് നോക്കിയാൽ 8K 24 FPS നിങ്ങൾക്ക് ഇതിൽ എടുക്കാൻ കഴിയുന്നുണ്ട്. അതും 2 ക്യാമറ വെച്ച് എടുക്കാൻ പറ്റും. പ്രൈമറി മാത്രമല്ല, പ്രൈമറി പ്ലസ് ടെലിഫോട്ടോ ക്യാമറ 2 ക്യാമറ വെച്ച് നിങ്ങൾക്ക് 8K 24 FPS എടുക്കാൻ കഴിയും. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഫോണിൽ വരുന്നത്. ഫോൺ ക്യാമറ പെർഫോമൻസിൻ്റെ ബെഞ്ച് മാർക്കിംഗ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, DxO Mark. സോ DxO Markൽ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ വരെ ഉണ്ടായിരുന്നത് Huawei P40 Pro ആണെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയ ഒരു ക്യാമറ സ്കോർ കിട്ടിയ ഒരു ഫോൺ ഇപ്പം നിലവിൽ Mi 10 Pro ആണ്. 130 ആണ് കിട്ടിയിരിക്കുന്നത് Mi 10 Proന്. ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ ടോട്ടൽ 4500 mAhൻ്റെ ബാറ്ററിയാണ്. ടോട്ടൽ പറയാൻ വേണ്ടിയുള്ള കാരണം 2 ബാറ്ററീസ് ഉണ്ട്. ഇത് 2250 mAhൻ്റെ ഒരു ബാറ്ററി ഉണ്ട്, പിന്നെ മറ്റ് ബാറ്ററിയും 2250 mAhൻ്റെ ആണ്. സോ 2 ബാറ്ററീസ് ആണ് ഈ ഫോണിൽ ഉള്ളത്. അതിനോടൊപ്പം തന്നെ ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ കേസിൽ തന്നെ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. സോ പാരലലി ആണ് ഈ 120 വാട്ട് വർക്ക് ചെയ്യുന്നത്. സോ 60+60 ആണ്. സോ ഒരു ബാറ്ററി 60 വാട്ട്, മറ്റേ ബാറ്ററി 60 വാട്ട്, അങ്ങനെ ചാർജ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഓഫ് നിങ്ങൾക്ക് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നത്. അതും ക്വിക്ക് ചാർജ് 4+ സപ്പോർട്ട് ചെയ്യുന്ന ചാർജിങ് ആണ്. ഷൗമി പറയുന്നത് അനുസരിച്ച് വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാറ്ററി 41% വരെ ചാർജ് ചെയ്യാൻ പറ്റും. +100% വരെ ചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് വെറും
23 മിനിറ്റാണ്. സോ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഈ 2 ബാറ്ററീസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായ ഒരു ചാർജിങ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ TWS ഇയർഫോൺസ് ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി. ഈ ഫോണിൻ്റെ പ്രൈസ് 5299 യുവാൻ ആണ്. ആ പ്രൈസ് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 57,000 രൂപ വരും. സോ ഷവോമി ലോഞ്ച് ചെയ്ത നെക്സ്റ്റ് ഫോണാണ് Redmi K30 Ultra. സോ നമ്മൾ Redmi K30 കണ്ടിരുന്നു, അതാണ് പിന്നെ പോക്കോ X2 ആയിട്ട് ഇന്ത്യയിൽ വന്നത്. പിന്നെ Redmi K30 Pro കണ്ടു, അത് പിന്നെ പോക്കോ F2 Pro ആയിട്ട് ഗ്ലോബലി ലോഞ്ച് ചെയ്തു, പക്ഷേ ഇന്ത്യയിൽ വന്നിട്ടില്ല. അതിൻ്റെ ഒരു നെക്സ്റ്റ് അൾട്ര വെർഷനാണ് Redmi K30 Ultra. ഇതിലും ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അലൂമിനിയം ഫ്രെയിമാണ്. 213 ഗ്രാമാണ് വെയിറ്റ്. 9.1 mm ആണ് ഇതിൻ്റെ തിക്നെസ്. 3 കളർ വേരിയൻസ് ഉണ്ട്. മൂൺലൈറ്റ് വൈറ്റ്, മിഡ് നൈറ്റ് ബ്ലാക്ക്, പിന്നെ മിൻറ്റ് ഗ്രീൻ. ഡിസ്പ്ലേ കാറ്റഗറി നോക്കിയാൽ Redmi K30 Pro, അതായത് പോക്കോ F2 Proൻ്റെ ഒരു വലിയ ഡിസ്അഡ്വാൻറ്റേജ് എല്ലാവരും പറഞ്ഞത് അതിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് അല്ലേ. സോ അതിൽ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരുന്നു. സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആയിരുന്നു, പക്ഷേ 60 ഹെർട്സിൻ്റെ ആയിരുന്നു റിഫ്രഷ് റേറ്റ്. ആ ഒരു കുറവ് ഇവർ ഈ ഒരു അൾട്രയിൽ നികത്തിയിട്ടുണ്ട്. 6.67 ഇഞ്ചിൻ്റെ സൂപ്പർ ആമോലെഡ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ ആണ് റിഫ്രഷ് റേറ്റ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ ആണ് പ്രൊട്ടക്ഷൻ. 20:9 ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഫസ്റ്റ് ഫോണായിരിക്കും വിത്ത് ഫുൾ വ്യൂ ഡിസ്പ്ലേ, കാരണം ഇതിൽ പോപ്പപ്പ് സെൽഫി ക്യാമറ ആണ്. സോ ഫുൾ വ്യൂ ഡിസ്പ്ലേ വിത്ത് 120 ഹെർട്സ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഉള്ള എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ഫോണാണ് ഈ Redmi K30 Ultra. Redmi K30യും K30 Pro വെച്ച് നോക്കുമ്പം വലിയൊരു മാറ്റമാണ് ഇതിൽ വരുന്നത്. അതാണ് ഇതിൻ്റെ പ്രൊസസ്സർ കാറ്റഗറിയിൽ. സോ ഇതിൽ വരുന്ന ചിപ്സെറ്റ് ക്വാൾകോമിൻ്റെ ചിപ്സെറ്റ് അല്ല, പക്ഷേ മീഡിയടെക്കിൻ്റെ ആണ്. മീഡിയടെക് ഡയമൻസിറ്റി 1000+ ചിപ്സെറ്റാണ് വരാൻ പോകുന്നത്. 7 നാനോമീറ്റർ ഫിൻഫെറ്റ് ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയ ചിപ്സെറ്റാണ്. ഒക്ടാകോർ ചിപ്സെറ്റാണ്. സോ മാക്സിമം 2.6 GHz ആണ് ക്ലോക്ക് സ്പീഡ്. കൂടെ വരുന്ന GPU ആണ് Mali G77 MC9. Redmi K30 Pro അല്ലെങ്കിൽ പോക്കോ F2 Proൻ്റെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഡൗൺ ഗ്രേഡ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 1000+ൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അറിയില്ല, പക്ഷേ ആ ഒരു ക്ലോക്ക് സ്പീഡ് വെച്ചൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ഡൗൺ ഗ്രേഡ് ആണ്. കാരണം മറ്റേതിൻ്റെ 865ൻ്റെ ക്ലോക്ക് സ്പീഡ്, ടോപ്പ് ക്ലോക്ക് സ്പീഡ് 2.8 GHz ആണ്, ഇവിടെ 2.6 GHz ആണ്. Mi 10 അൾട്രയിൽ ഉള്ളതുപോലെ ഇതിലും Android 10 വിത്ത് MIUI 12 ആയിരിക്കും. ഈ ഫോണും 4 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 6GB to 8GB ആണ് മാക്സിമം, പക്ഷേ ഒരുപാട് ഫോൺ സ്റ്റോറേജ് ഓപ്ഷൻ ഉണ്ട്. സോ 128GB, 256GB, അതിനോടൊപ്പം തന്നെ 512GBൻ്റെ ഓപ്ഷനും ഇതിനോടൊപ്പം വരുന്നുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ബാക്കിൽ 64 മെഗാപിക്സലിൻ്റെ f1.9 എപ്പർച്ചറുള്ള ക്യാമറയാണ് പ്രൈമറി ക്യാമറ. അതിനോടൊപ്പം തന്നെ 13 മെഗാപിക്സലിൻ്റെ 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള അൾട്രാ വൈഡ് ഉണ്ട്. 5 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ മാക്രോ ലെൻസ് ഉണ്ട്. സോ കമ്പൈൻഡ് ലെൻസ് ആണ്. പ്ലസ് 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ഉണ്ട്. മാക്സിമം 4K 30 FPS എടുക്കാൻ കഴിയും. ജൈറോ IIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 20 മെഗാപിക്സലിൻ്റെ പോപ്പപ്പ് സെൽഫി ക്യാമറയാണ്. 4500 mAh ബാറ്ററി ഉണ്ട്. 33 വാട്ടിൻ്റെ ക്വിക്ക് ചാർജ് 4+ സപ്പോർട്ട് ചെയ്യുന്ന ചാർജറും കിട്ടുന്നുണ്ട്. Redmi K30 Ultraൻ്റെ പ്രൈസ് ആണ് 1900 യുവാൻ. സോ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 22,000 രൂപയാണ് ആവുന്നത്. സോ നല്ലൊരു കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് ആണ്. പ്രൈസിലാണ് ഈ ഒരു Redmi K30 Ultra വരുന്നത്. ഇന്ത്യയിലേക്ക് എപ്പോഴാണ് വരാൻ പോകുന്നത്, ഈ 2 ഫോൺസും ഇന്ത്യയിലേക്ക് എന്നാണ് വരാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ഒരു ന്യൂസും ഷവോമി പറഞ്ഞിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് പോക്കോ ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിൽ പോക്കോൻ്റെ ഒരു ഫോൺ വേണോ അതോ OnePlus Nord വേണോ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റായിരുന്നു. OnePlus Nordനെ ഒന്ന് താത്തി പറയാൻ വേണ്ടിയുള്ളൊരു പോസ്റ്റായിരുന്നു. പക്ഷേ അതുകൊണ്ടൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്, ഇനി ഈ ഒരു Redmi K30 Ultra എന്ന ഈ ഫോൺ ഇനി പോക്കോ F2 ആയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം എല്ലാവരും പോക്കോ F2ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. കാരണം ഈ പോക്കോ F2 Pro ഗ്ലോബലി ലോഞ്ച് ആയിട്ടും ഇന്ത്യയിൽ അവർ ഇറക്കിയില്ല ആ ഫോൺ. സോ എല്ലാവരും വിചാരിക്കുന്ന മിക്കവാറും പോക്കോ F2 ആണ് ഇനി വരാൻ പോകുന്നത്. പോക്കോ F2 ഇനി ഈ ഒരു ഈ ഒരു Redmi K30 Ultra ആവുമോ എന്നറിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. കാരണം ഈ വർഷം എനിക്ക് തോന്നുന്നു മിക്കവാറും പോക്കോ ഫുള്ള് റീബ്രാൻഡിങ് ഫ്ലോയിലായിരിക്കും. സോ ഈ വർഷം ഇറക്കിയ മിക്ക എല്ലാ ഫോൺസും റീബ്രാൻഡിങ് ഫോൺസാണ്. ഇപ്പം ഇറങ്ങിയ M2 Pro വരെ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റീബ്രാൻഡഡ് ഫോൺസാണ്. സോ എനിക്ക് തോന്നുന്നു ഇതും മിക്കവാറും വരാൻ പോകുന്ന മിക്കവാറും പോക്കോ F2 ആണോ എന്നറിയില്ല കേട്ടോ. എൻ്റെ ഒരു സംശയമാണ്. ഒരുപാട് സ്ഥലത്ത് ഞാൻ വായിക്കുകയും ചെയ്തു നെറ്റിൽ. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഇസ് എ ഫെൻ ബിസ്നസ് പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.